നിങ്ങൾ ഏത് അംഗനവാടി ആണെങ്കിലും സ്കൂളാണെങ്കിലും എവിടേക്കാണെങ്കിലും നിങ്ങൾ കുട്ടികളെ വിട്ടാലും വിട്ടില്ലെങ്കിൽ നിങ്ങൾ കുട്ടികളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഇന്നത്തെ അവസ്ഥ വളരെ മോശമാണ്. പഴയ പോലെയല്ല. കുട്ടികളെ ഒറ്റയ്ക്കൊന്നും റോഡിലേക്ക് വിടരുത് നിങ്ങൾ. കാരണം ഇപ്പം നിറയെ നായ്ക്കൾ. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുട്ടികളെ പുറത്തേക്ക് വിടുമ്പോൾ എൻ്റെ വീടിൻ്റെ മുന്നിൽ കൂടെ തന്നെ ഇടയ്ക്ക് ഘോഷയാത്രയിൽ പോകണം. 5 8 നായ്ക്കൾ എല്ലാ സ്ഥലത്തും കൂടി. അപ്പോൾ കുട്ടികളെ നിങ്ങളാണ് കെട്ടഴിച്ച് വിടാൻ പറ്റില്ല. ചെറിയ കുട്ടികളെ പ്രത്യേകിച്ച് നിങ്ങളുടെ കണ്ണിൻ്റെ മുന്നിൽ നിങ്ങളുടെ അടുത്ത് തന്നെ എപ്പോഴും കുട്ടികൾ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ കുട്ടികളെ നഷ്ടപ്പെടാനോ നിങ്ങളുടെ കുട്ടികൾക്ക് എന്തെങ്കിലും അപകടം വരാനുള്ള സാധ്യത. പിന്നെ പല ജാതി ആൾക്കാരാണ് ഇപ്പോൾ നടക്കുന്നത്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നവരുണ്ട്. കുട്ടികളെ പേപ്പറിലെ പത്രത്തിൽ മാധ്യമങ്ങളൊന്നും കാണണ്ടോ? ഞാൻ പറയുന്ന കാര്യമില്ല. 6 വയസ്സായ കുട്ടിക്ക് കൂടി രക്ഷയില്ല. അത്ര ദുഷ്ടന്മാരായിട്ടുള്ള ആൾക്കാരുള്ള കാലാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് അമ്മമാര് ചെയ്യേണ്ടത് സ്വന്തം മക്കളെ എപ്പോഴും ശ്രദ്ധിക്കണം. അതിന് അംഗനവാടിക്ക് പോകണമെങ്കിൽ നിങ്ങൾ അംഗനവാടിയിൽ കൊണ്ടുപോയി ആക്കിയാലും നിങ്ങളുടെ ശ്രദ്ധ ടീച്ചറായിട്ട് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് കുട്ടീനെ അന്വേഷിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതേപോലെ കുട്ടി സ്കൂളിൽ നിന്ന് വരാൻ വൈകിയാലും കുട്ടി എവിടേക്ക് പോയാലും നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളുടെ മനസ്സും കുട്ടികളുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം. ഇന്നത്തെ കാലഘട്ടം വളരെ മോശമാണ്. കുട്ടികളാണെങ്കിൽ മാത്രമല്ല മുതിർന്ന കുട്ടികൾക്കും വലിയ കുഴപ്പങ്ങളുള്ള കാലമാണ്. അവരൊക്കെ പല വലയിട്ടിട്ട് കുട്ടികളെ പിടിച്ചിട്ട് മയക്കുമരുന്ന് അടിമയാക്കും. പിന്നെ പല കുഴപ്പത്തിലും ഇത് ചെറിയ കുട്ടികളാവുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം എന്നൊക്കെ പറയാറ്. പിന്നെ മാത്രമല്ല കുട്ടികൾക്ക് നിങ്ങൾ ഏത് ജാതി മതം നല്ല മൂല്യങ്ങൾ പകർന്നു കൊടുക്കണം. അത് വളരെ പ്രധാനമാണ്. ഇല്ലെങ്കിൽ വളർന്നു വരുമ്പോൾ മറ്റുള്ള കുട്ടികളായിട്ട് അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മതം ഏതായിക്കോട്ടെ, ഈ നല്ല കാര്യങ്ങൾ മതമൊക്കെ പിന്നെ ഒരു കാര്യമുള്ളൂ. അതൊക്കെ ഒരു പകതിരുവന്നേ ഉള്ളൂ. ദൈവമൊക്കെ ഒന്നേ. അപ്പൊ എന്താ വേണ്ട വെച്ചാല് കുട്ടികൾക്ക് നമ്മൾ സ്നേഹം, കരുണ, ഒരുമ, പിന്നെ എന്താ പറയാ സഹകരണം, പിന്നെ സഹനം, ക്ഷമ, ഇതൊക്കെ നമ്മൾ ശീലിപ്പിക്കണം. പ്രത്യേകിച്ച് ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. ദൈവത്തെ മറന്നിട്ടൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഏത് പാർട്ടിയാണെങ്കിലും ഏത് കൊമ്പനാണെങ്കിലും എല്ലാത്തിനും വലിയൊരു കൊമ്പൻ മുകളിലുണ്ട്. അപ്പം അതുകൊണ്ട് കുട്ടികൾക്ക് നല്ല ഈശ്വര വിശ്വാസത്തോട് കൂടിക്കാൻ വളർത്താൻ ശ്രമിക്കണം എൻ്റെ അഭിപ്രായം. നല്ലവണ്ണം പ്രാർത്ഥിക്കാനും നമ്മുടെ പ്രശ്നങ്ങൾ ദൈവങ്ങളോട് പറയാൻ കുട്ടികളെ ശീലിപ്പിക്കണം. എന്നാലാണ് നല്ലൊരു തലമുറ ഇവിടെ വളർന്നു വരുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊക്കെ പറയാനുള്ളത്. അംഗനവാടികൾ ആവശ്യം തന്നെയാണ്. പക്ഷെ അംഗനവാടികളിൽ അംഗനവാടികൾ കൊണ്ട് ഗുണങ്ങളും വേറെ ചില പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറയാം, സാധാരണ കുട്ടികൾ അമ്മയുടെ അച്ഛൻ്റെ അടുത്താണ് എപ്പോഴും വളർത്തുന്നത് അല്ലേ? പ്രത്യേകിച്ചും 3 വയസ്സ് 4 വയസ്സ് 5 വയസ്സ് വരെ കുട്ടികളെ എപ്പോഴും അമ്മയുടെ അച്ഛൻ്റെ നിയന്ത്രണത്തിലാണ്. പക്ഷെ ഇപ്പൊ ഈ അംഗനവാടികൾ വന്നതിന് ശേഷം കുട്ടികളെ അംഗനവാടിയിലൂടെയാണ്. കുഴപ്പമില്ല. ഈ വരുന്ന ആയമാരും ടീച്ചർമാരുടെ പരിശീലനം വെച്ചോണ്ട് അവർ വളരെ സ്നേഹത്തോടെ കഴിഞ്ഞ കുട്ടികളെ നോക്കും. അപ്പോൾ നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. മറ്റുള്ളവർ ശ്രദ്ധിക്കാത്തതിന്റെ ചോദിച്ചിട്ട് കാര്യം അത് ഞാൻ പറയാം. ഒരു നിങ്ങളുടെ കുട്ടി റോഡ് കൂടെ പാഞ്ഞു പോവാണ്, പല നായ്ക്കളും വന്ന് കഴിച്ചു. അവിടെ അടുത്തുള്ള ആരോടെങ്കിലും പോണവരോട് നിങ്ങൾ എന്താ ശ്രദ്ധിക്കാൻ? എൻ്റെ കുട്ടിയെ നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ നായ്ക്കളെ എന്തെങ്കിലും ശ്രദ്ധിക്കാൻ, നായ്ക്കളെ കടിക്കാൻ നോക്കാൻ ചോദിച്ചിട്ട് കാര്യമില്ല. അതിപ്പോ അമ്മമാരെയും അച്ഛന്മാരെയും ചുമതലയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാറുള്ളത്. പിന്നെ അംഗനവാടി ടീച്ചർമാരും ആയമാരായാലും എല്ലാവരും ഇത് നല്ല സേവന മനസ്സിയോട് കൂടി തന്നെ ചെയ്യേണ്ടി വരും. കാരണം പ്രതിഫലം മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ചെറിയ കുട്ടികളുടെ കാര്യമാണ്. വേറെ എന്തിനായാലും പ്രതിഫലം കണക്കാക്കാം. ഇത് പൂർത്തിയില്ല. കുഞ്ഞു കുട്ടികളാണ്. നിങ്ങളിൽ നിന്ന് വേണം അവര് നന്മകൾ പഠിച്ചു വളരാൻ. അച്ഛനമ്മമാര് കുട്ടികളെ ഇങ്ങോട്ട് വിടും. നിങ്ങൾ വേണം അവർക്ക് നന്മകൾ പറഞ്ഞു കൊടുക്കാൻ. വീട്ടിൽ നിന്ന് നന്മകൾ പറഞ്ഞു കൊടുക്കുന്നതിന് പുറമെ നിങ്ങൾ
കുട്ടികൾക്ക് നല്ല പ്രാർത്ഥനകളും പിന്നെ നല്ല നല്ല കാര്യങ്ങളും പഠിപ്പിക്കേണ്ട ചുമതല അംഗൻവാടി ടീച്ചർമാർക്ക് കൈമാറും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇതൊക്കെ വളരെ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾക്ക് ഞാനൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവർ അങ്ങനെ തന്നെ വളർന്നിട്ടുണ്ട്. എന്താ ഞാൻ പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ അതിനൊന്നും വലിയ കുഴപ്പത്തിൽ ചിന്തിയാല്ലേ, മറ്റു കുഴപ്പത്തിൽ ആരെ എളുപ്പമാണ് അല്ലേ? അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതലൊന്നും പറഞ്ഞു ഞാൻ ബോറടിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറയല. പുറത്തുനിന്നുള്ള പല രാഷ്ട്രീയം പല ജാതി ആൾക്കാരുണ്ടാവും. നമ്മളെയൊക്കെ ഭിന്നിപ്പിക്കാനാണ് അവർ നോക്കുന്നത്. രാഷ്ട്രീയത്തിലുണ്ട് അത് ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്നൊരു ഭിന്നിപ്പിക്കലുണ്ട്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. നമ്മളെ തമ്മിൽ അടുപ്പിച്ചിട്ട് അവര് മിടുക്കന്മാരാകും. നമ്മുടെ ചോര കുടിക്കുന്ന സ്വഭാവമുള്ള കുറെ ആൾക്കാരുണ്ടാവും. രാഷ്ട്രീയത്തിൽ നല്ലവരുണ്ട് ചീത്തവരുണ്ട്. അപ്പോ ചെന്നായ്ക്കളെ പോലുള്ളവരുണ്ടാവും. ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ കുട്ടികളെ നമ്മുടെ വിദ്യാർത്ഥികളെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ലൊരു തലമുറ, വളരെ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രവേശനോത്സവം എന്ന് പറയുമ്പോൾ പ്രവേശനം ഒരു ഉത്സവമാക്കി മാറ്റുന്ന അവസ്ഥയാണ് ഇപ്പോൾ. അതേപോലെ തന്നെ ഒരു ജീവിതത്തിൽ മുഴുവൻ ആ കുട്ടികളെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മുഴുവൻ ഉത്സവാഘോഷങ്ങളായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന ആശംസകളോടെ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു.